ഹായ് എവറി വൺ, ഐ എം സഫാൻ അസ്രിൻ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ACCA റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ നിങ്ങളൊരു ACCA എടുക്കാൻ പോകുന്ന പിള്ളേരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ദി ഫസ്റ്റ് ക്വസ്റ്റൻ ഈസ് വാട്ട് ഈസ് ACCA? സോ നമ്മുടെ ഈ 2025 ACCA എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് നടക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും എന്താണ് ACCA എന്നുള്ളത്. സോ ACCA സ്റ്റാൻഡ്സ് ഫോർ അസോസിയേഷൻ ഓഫ് ചാർട്ടേർഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. വൺസ് നിങ്ങൾ ACCA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുന്ന ജോബ് റിലേറ്റഡ് ടു അക്കൗണ്ടിങ് ഫീൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ടാക്സേഷൻ ആയിരിക്കാം, ഓഡിറ്റിംഗ് ആയിരിക്കാം, അങ്ങനെ പല ഫീൽഡിലായിരിക്കും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും ഉണ്ടായിരിക്കുന്നുണ്ടാവുക. സോ നിങ്ങളൊരു ഇന്റർനാഷണൽ കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ACCA ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് ACCA ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആൻഡ് ACCAയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ACCA ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റി നമുക്കില്ല. ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ പിള്ളേരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിലും, ആൻഡ് ഓൾസോ ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ വല്ല കോഴ്സ് എടുത്തിട്ട് വരുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ACCA ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ഇതിൽ പറയാനില്ല. ഒരു +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ACCAയുടെ ഡ്യൂറേഷൻ വരുന്നത് 2.5 to 3 years ആണ്. ആൻഡ് നിങ്ങളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്തിട്ട് വേറെ വല്ല കോഴ്സ് എടുത്ത് വരുന്ന സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1 to 1.5 yearsനുള്ളിൽ ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു സംഭവമാണ് ACCAയുടെ എക്സാം പേപ്പേഴ്സ് എന്ന് പറയുന്നതും ACCAയുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നതും. സോ ACCAയുടെ എക്സാം പേപ്പേഴ്സ് 13 പേപ്പേഴ്സാണ് ടോട്ടലി നിങ്ങൾ ACCA അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഈ 13 പേപ്പേഴ്സും നമുക്ക് 3 ലെവൽസ് ആയിട്ടായിരിക്കും എക്സാംസ് നടക്കുന്നുണ്ടാവുക. ഫസ്റ്റ് ലെവൽ ഈസ് അപ്ലൈഡ് നോളേജ് ലെവൽ, സെക്കൻഡ് ലെവൽ അപ്ലൈഡ് സ്കിൽ ലെവൽ, ആൻഡ് തേർഡ് ലെവൽ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലാണ്. സോ ആദ്യത്തെ അപ്ലൈഡ് നോളേജ് ലെവലിൽ 4 പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെക്കൻഡ് ലെവലിൽ അപ്ലൈഡ് സ്കിൽ ലെവലിൽ നിങ്ങൾക്ക് ഒരു 5 പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് ലെവൽ പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാകും 4 പേപ്പേഴ്സ് ആയിരിക്കും. സോ വൺസ് നിങ്ങൾ ഈ പറയുന്ന 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ക്വാളിഫൈഡ് ആസ് ആൻ ACCA അഫിലിയേറ്റ്. സോ ഫസ്റ്റ് ലെവലാണ് നോളേജ് ലെവൽ പേപ്പർ. നോളേജ് ലെവലിൽ 4 പേപ്പേഴ്സ് ആണ് വരുന്നത്. ഈ 4 പേപ്പേഴ്സ് നമുക്ക് ഓൺ ഡിമാൻഡ് ബേസ്ഡ് എക്സാം ആണ്. ഓൺ ഡിമാൻഡ് ബേസ്ഡ് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എപ്പോഴാണോ നമ്മൾ പഠിച്ചു കഴിയുന്നത് അന്നേരം നമ്മൾ എക്സാം എഴുതും. എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമുക്ക് ആ റിസൾട്ട് പബ്ലിഷ് ആവുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ബാക്കിയുള്ള 9 പേപ്പേഴ്സ് നിങ്ങൾ ക്വാർട്ടർലി ബേസിസിലായിരിക്കും എക്സാം എഴുതുന്നുണ്ടായിരിക്കാം. അടുത്തൊരു സംഭവമാണ് ACCAയുടെ കോച്ചിങ് ഫീ ആൻഡ് ACCAയുടെ എക്സാം ഫീ എന്ന് പറയുന്നത്. സോ ACCAയുടെ കോച്ചിങ് ഫീ എന്ന് പറയുന്നത് നമുക്ക് 2025 ACCAനെ പറ്റിയിട്ട് ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങി, ഒരുപാട് പിള്ളേരെ ACCA പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ACCAയുടെ കോച്ചിങ് ഫീ നല്ല രീതിക്കും കൂടിയിട്ടുണ്ട്. സോ ഡിമാൻഡിനനുസരിച്ച് തന്നെ കോച്ചിങ് ഫീയും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. സോ ഒരു 2023-24 ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു 2 to 3 lakhs ആയിരുന്നു കോച്ചിങ് ഫീ. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് ഒരു 3 to 5 lakhs വരെ ആയിട്ടുണ്ട് നമുക്ക് കോച്ചിങ് ഫീ. ദിസ് ഈസ് എൻ ആവറേജ് ഫിഗർ ആണ്. അതേപോലെ നമുക്ക് എക്സാം ഫീ വരുന്നത് ആദ്യത്തെ 4 പേപ്പേഴ്സിന് നമുക്ക് 11K to 15K ആണ് എക്സാം ഫീ വരുന്നത്. ആൻഡ് പിന്നെയുള്ള 5 പേപ്പേഴ്സിന് നമുക്ക് വരുന്നുണ്ടാവുക 15K to 20K ആണ്. ആൻഡ് പിന്നെയുള്ള 4 പേപ്പേഴ്സിന് നമുക്ക് വരുന്നത് 20K to 30K ആണ്. സോ ഇതിനിടയിൽ എത്ര വേണമെങ്കിലും നമുക്ക് എക്സാം ഫീ എക്സ്പെക്ട് ചെയ്യാം. സോ ദിസ് ഈസ് എൻ ആവറേജ് ഫിഗർ ആയിട്ടാണ് ഞാൻ ഈ എക്സാം ഫീസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. കോച്ചിങ് ഫീ ആയാലും ഇറ്റ്സ് എൻ ആവറേജ് ഫിഗർ ആണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. ആൻഡ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് ഡൗട്ട്സോ എൻക്വയറീസോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇറ്റ് ഇൻ ദി കമൻറ്റ് ബോക്സ്. താങ്ക് യു. ബൈ.